all to my YouTube channel. എൻ്റെ തംബ്നെയിലിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇന്ന് ഞാൻ OET ലെറ്റർ റൈറ്റിങ്ങിൻ്റെ സ്ട്രക്ചറിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. OET ലെറ്റർ എഴുതുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒരു OET ലെറ്ററിന് പ്രധാനമായിട്ട് വേണ്ട അതിനൊരു നല്ല സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. OET ലെറ്ററിനെ നമുക്ക് 3 പാർട്ടായിട്ട് തിരിക്കാം. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഡേറ്റ്, അഡ്രസ്, സല്യൂട്ടേഷൻ, നെയിം ആൻഡ് ഏജ്, ഇത്രയും വരുന്ന ഒരു പാർട്ട്. ഈ ഫസ്റ്റ് പാർട്ടും എൻഡ് പാർട്ടും നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ആ ഫസ്റ്റ് പാർട്ടിനെ പറ്റി കുറച്ചുകൂടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഡേറ്റ് എഴുതുമ്പോൾ ഇപ്പോൾ ഇതിനകത്ത് കാണുന്ന പോലെ തന്നെ 16 മാർച്ച് 2010 എന്ന് എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഫോർമാറ്റിൽ എഴുതാം. അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ 16 മാർച്ച് 2010 എന്നും എഴുതാം. ഏത് ഫോർമാറ്റിൽ എഴുതിയാലും കുഴപ്പമില്ല. പക്ഷേ സെയിം ഫോർമാറ്റ് തന്നെ വേണം ബോഡി പാരഗ്രാഫിലും യൂസ് ചെയ്യാൻ. നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത്, ഡിയർ കഴിഞ്ഞിട്ട് എഴുതാൻ നമുക്ക് അയക്കുന്ന ആളുടെ പേര് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പ്രൊഫഷൻ എഴുതാം. അതായത് ഡിയർ നേഴ്സ്, ഡിയർ ഫിസിയോതെറാപ്പിസ്റ്റ്, ഡിയർ എൻഡോക്രൈനോളജിസ്റ്റ് എന്ന് നമുക്ക് എഴുതാം. ഇൻ കേസ് പേര് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്കവിടെ ആളുടെ സെക്കൻഡ് നെയിം എഴുതാം. അല്ലെങ്കിൽ ഡിയർ ഡോക്ടർ പോൾ, അല്ലെങ്കിൽ ഡിയർ മിസ് ജെനീവ, ഡിയർ മിസ് ഹെലൻ. ഇങ്ങനെ പേര് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ എഴുതാവുന്നതാണ്. ഇനി വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്കിവിടെ കോമ ഇടണോ വേണ്ടയോ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കോമ ഇട്ടാലും കുഴപ്പമില്ല, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇട്ടാൽ നമ്മൾ ലാസ്റ്റിൽ യുവേഴ്സ് സിൻസിയർലി, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നൊക്കെ എഴുതുമ്പോൾ അവിടെയും കോമ ഇടണം. ഏത് സാഹചര്യത്തിലാണ് നമ്മൾ യുവേഴ്സ് സിൻസിയർലി എഴുതുന്നത്? യുവേഴ്സ് സിൻസിയർലി എന്ന് എഴുതുമ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ പേര് തന്നിട്ടുണ്ടാവണം. ആർക്കാണോ നമ്മൾ ലെറ്റർ അയക്കുന്നത് ആളുടെ പേര് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ യുവേഴ്സ് സിൻസിയർലി എഴുതും. നമുക്ക് പേര് തന്നിട്ടില്ലെങ്കിൽ ഡിയർ നേഴ്സ് എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മളവിടെ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നെഴുതും. ഇനി ലെറ്ററിൻ്റെ സെക്കൻഡ് സെക്ഷനാണ് ബോഡി ഓഫ് ദ ലെറ്റർ. ഒരു ലെറ്ററിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ബോഡി പാരഗ്രാഫ് എന്ന് പറയുന്നത്. ഞാൻ ഈ വീഡിയോയിൽ ബോഡി പാരഗ്രാഫിനെ പറ്റി അധികം പറയുന്നില്ല, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കുറച്ച് കാര്യം പറയാം. അതായത് ഈ ബോഡി പാരഗ്രാഫ് നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റില്ല. ഈ സെക്ഷൻ്റെ സ്ട്രക്ചർ ഓരോ കേസ് നോട്ടിനെയും ഡിപ്പെൻഡ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കും. അതായത് ഒരു എക്സാമ്പിൾ പറയാം. ചില കേസ് നോട്ടിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മെഡിക്കൽ ഹിസ്റ്ററിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട കേസ് നോട്ട് വരാം. ചിലപ്പോൾ സോഷ്യൽ ഹിസ്റ്ററിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട കേസ് നോട്ട് വരാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഒരേ രീതിയിൽ പഠിക്കാൻ പറ്റില്ല. മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഒരു ലെറ്ററിൻ്റെ എൻഡ് പാർട്ട്. റിക്വസ്റ്റ് പാരഗ്രാഫ് കഴിഞ്ഞിട്ട് വരുന്നതാണ് ക്ലോസിംഗ് ലൈൻ. ഈ കാണുന്ന പോലെ ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ ലെറ്ററിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതായത് ഇഫ് യു റിക്വയർ എനി ഇൻഫർമേഷൻ പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ. ഇഫ് യു ഹാവ് എനി ഫർദർ ഇൻക്വയറീസ് പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ. ഇഫ് യു നീഡ് എനി ഫർദർ ഇൻഫർമേഷൻ please contact me. If you have any further questions, please let me know. If you need any more information, please feel free to email me or call me. ഇത് ഏതെങ്കിലും ഒരെണ്ണം മെമ്മറൈസ് ചെയ്ത് നിങ്ങളുടെ ലെറ്ററിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. Bye bye.